പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതി തൻ നിസ്തുല മഹിമാവാ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരോപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേനാമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തിരുസഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കൂദാശകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ മൗക്തീകരണം അനുസ്മരിക്കുന്ന ഞങ്ങളെ വിശുദ്ധിയോടെ കുർബാന അർപ്പിക്കുവാനും മാലാഖമാരോടൊത്ത് അങ്ങേ സ്തുതിക്കുവാനും ശക്തരാക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാദം മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരജനിലോ നരനൊരുവനിലോ ശരണം തേടാ തുനിയരുതേ. ലതുമുചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹൻ. ഇസ്രായേൽ ജനതയെ നാദം വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്നേഹ
നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. താതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. നമുക്ക് സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 15 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം. സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും
നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതനെ എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചതു നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അതുകൊണ്ട് ഞാനോ അവരോ ആരു തന്നെയായാലും ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവാൻ ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19, തിരുവചനങ്ങൾ 1 മുതൽ 10 വരെ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവോസ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവോസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവോസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു.
ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവരും വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്ന ഈശോയെ, ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ എല്ലാവരും ശക്തിയോടെ കരങ്ങളടിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചേ. ആ കിച്ചിരിയല്ല. ഈശോ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് വചനത്തിലൂടെയും വചനത്തിൻ്റെ ഉൾപ്പൊരുളുകളിലൂടെയും നമ്മെ കടത്തിക്കൊണ്ടുപോയി അനാദിയിലെ നമുക്കായി സജ്ജമാക്കിയിരുന്ന ദൈവ അനുഗ്രഹത്തിൻ്റെ തണലിലൂടെ, വഴികളിലൂടെ നമ്മെ നയിക്കുകയായിരുന്നു. ശുശ്രൂഷകൾ തുടങ്ങിയപ്പോൾ ബെന്നി അച്ഛൻ വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു, ഇന്നേ ദിവസം നമ്മൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളെ ദൈവം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്ന ദിവസമാണ് എന്ന് പറയുകയുണ്ടായി. നമ്മളെല്ലാവരും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിൻ്റെ ഭാഗമാണ്. സുവിശേഷത്തിൽ നമ്മൾ കേട്ടു, ജെറീക്കോയിലൂടെ കടന്നു പോകുന്ന കർത്താവിനെ കാണാൻ ആഗ്രഹിച്ച സക്കേവൂസ്, അതിനായി അവൻ കണ്ടുപിടിച്ച മാർഗം, അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കുറവ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരിയേറെ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് വചനത്തിലൂടെ, ഈ വചന സന്ദേശത്തിലൂടെ ദൈവം പ്രത്യേകമായിട്ട് നമ്മളോട് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ജെറീക്കോ പട്ടണം എന്നുള്ളത് പഴയ നിയമത്തിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും. ജോഷയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 1 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ ജോർദാൻ കടന്ന് ജെറീക്കോ പട്ടണത്തെ സമീപിക്കുമ്പോൾ ഓർത്തുവെക്കണം പ്രിയപ്പെട്ടവരെ, ജെറീക്കോ പട്ടണത്തിൻ്റെ വാതായനങ്ങൾ അടയ്ക്കപ്പെട്ടു, കൊട്ടി അടയ്ക്കപ്പെട്ടു ഇസ്രായേൽ ജനത്തിന് നേരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞതൊന്ന് ഓർത്തെടുത്തേ. തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് യാത്ര ചെയ്ത് ജോർദാൻ കടന്ന് ജെറീക്കോ പട്ടണത്തിൻ്റെ അരികിലെത്തിയപ്പോൾ ജെറീക്കോ പട്ടണത്തിൻ്റെ വാതായനങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനം ആരായിരുന്നു? ഈജിപ്ത് ദേശത്ത് അടിമവേല ചെയ്തിരുന്ന ജനത്തെ ദൈവം തൻ്റെ ജനമാക്കി മാറ്റിയിട്ട് ദൈവം ആ ജനത്തോട് പറഞ്ഞു, ഇന്ന് മുതൽ I will be your God and you shall be my people. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ വാഗ്ദത്ത ദേശത്തേക്കുള്ള ഒരു യാത്രയിലായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ജനം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, യോഹന്നാന്റെ സുവിശേഷം 15:16 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നില്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയായിരുന്നു, എന്നും നിലനിൽക്കുന്ന ഫലം ചൂടുവാനായിട്ട്, to bear fruit that will last forever. എന്നും നിലനിൽക്കുന്ന ഫലം ചൂടുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ജനം. നമ്മളെല്ലാവരും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ.
ഇസ്രായേൽ ജനത്തെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. മാമോദീസായിലൂടെ കർത്താവിനോട് ഞാനും നിങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടു. ദൈവ സഭയിലെ അംഗങ്ങളായിട്ട് നമ്മൾ മാറി. തെരഞ്ഞെടുക്കപ്പെട്ട ജനം വാഗ്ദത്തം ചെയ്തവന്റെ വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയിലായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട ജനം വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു കൊണ്ടുള്ളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. സങ്കീർത്തനം 145:13 വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. ആ ദൈവം വാഗ്ദത്ത പ്രകാരം വിവാഹമെന്ന കൂദാശയിലൂടെ നിങ്ങളെ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ചുവെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ ദൈവം നിങ്ങൾക്ക് കൂട്ടുണ്ടാകും. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഉപേക്ഷിച്ചു മാറുന്നവനല്ല ഈ ദൈവം, തിരിച്ചറിയണം. ഇന്ന് ജീവിതത്തിൽ കഠിന യാതനകൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ, തകർച്ചകൾ, വേദനകൾ ഇസ്രായേൽ ജനത്തിന് നേരെ ജെറിക്കോ പട്ടണം അടയ്ക്കപ്പെട്ടതുപോലെ എല്ലാ വഴികളും അടയ്ക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ ഓർക്കണം, നമ്മളോട് തന്നെ നമ്മൾ വിശ്വാസത്താൽ പറയണം, പ്രിയപ്പെട്ടവരെ, എന്നെ തെരഞ്ഞെടുത്തത് ദൈവമാണ്, എന്നെ വിളിച്ചത് ദൈവമാണ്, എൻ്റെ ഈ യാത്രയിൽ എന്നോടൊപ്പം ദൈവമുണ്ട് എന്ന് വിശ്വാസത്താൽ പറയുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വിശ്വാസമുണ്ടോ? ജീവിതത്തിലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ എന്നെ വിളിച്ചത്, എന്നെ വേർതിരിച്ചത് എൻ്റെ ദൈവമാണ്. ആ ദൈവം എന്നെ ഉപേക്ഷിച്ചു പോകുകയില്ല. ഇസ്രായേൽ ജനം ജെറിക്കോ പട്ടണത്തെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഒരിക്കൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാക്കപ്പെട്ട സ്ഥലമാണ് ജെറിക്കോ പട്ടണം. ആ ജെറിക്കോ പട്ടണത്തിൽ കാലത്തിൻ്റെ തികവിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ് സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മെ ഉപേക്ഷിച്ചു പോകുകയില്ല. അവൻ കാലത്തിൻ്റെ തികവിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഇമ്മാനുവലായി മാറി. ദൈവം നമ്മോട് കൂടെ ആയിരിക്കുവാനായി മനുഷ്യരൂപമെടുത്തു. അവൻ വീണ്ടും പരിശുദ്ധ കുർബാനയായിട്ട് മാറി നമ്മളോടൊപ്പം വസിക്കുവാനായിട്ട്, നമ്മെ ബലപ്പെടുത്തുവാനായിട്ട്. ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വേദനകളും പ്രതിസന്ധികളും പരാതികളും പരാജയങ്ങളും തകർച്ചകളും കടന്നു വരുമ്പോൾ നമ്മൾ ആരെയും വിരൽ ചൂണ്ടി പഴിചാരേണ്ട ആവശ്യമില്ല. എന്നോട് തന്നെ പറയുവാനായിട്ട് എനിക്ക് സാധിക്കണം, എൻ്റെ ഒപ്പം എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ഒപ്പം ആരുണ്ട്? എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ഒപ്പം ആരുണ്ട്? എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഞാനും നിങ്ങൾ നോക്കിക്കാണുമ്പോൾ ദൈവം സംസാരിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. ജെറിക്കോ പട്ടണത്തിൻ്റെ വാതായനങ്ങൾ അടയ്ക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര ചോദ്യചിഹ്നമായി. ഇന്ന് ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുന്നവരോടാ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുന്നത്. മാനുഷിക ബുദ്ധിക്ക് അപ്രാപ്യമായ രീതിയിൽ God will operate in your lives, dear sisters and brothers, which is unimaginable by the human intellect and wisdom. മാനുഷികമായ ബുദ്ധിക്ക് അപ്രാപ്യമായ രീതിയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടും. വിശ്വാസത്തോടെ പറയുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 37-ാമത്തെ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാ.
ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ഇന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഈ വചന കൂടാരത്തിലേക്ക് കടന്നു വന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഈ വിശ്വാസത്തിന് തീഷ്ണതയാൽ കത്തിജ്വലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് മൈ ഗോഡ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറയുവാൻ സാധിക്കണം. വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. യെശയ്യാ 40, 30, 31 വചനം. കർത്താവിൽ ആശ്രയിക്കുന്നവര്, ഈ വിശ്വാസ തീഷ്ണതയാൽ ജ്വലിക്കുന്നവരെ കുറിച്ച് ആ വചനം പറയുന്നേ. കർത്താവിൽ ആശ്രയിക്കുന്നവര് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എത്ര ഓടിയാലും അവർ തളരുകയില്ല, എത്ര നടന്നാലും അവർ ക്ഷീണിക്കുകയില്ല. ഇന്ന് ക്ഷീണിച്ച മുഖത്തോടെ, ദുഃഖത്തോടെ, വിഷാദ മുഖത്തോടെ ഇരിക്കുന്നവരോട് വചനത്തിലൂടെ ദൈവം സംസാരിക്കുകയാ. ദൈവത്തിൽ ആശ്രയിക്കുക. ആശ്രയം ദൈവത്തിലായിട്ട് മാറട്ടെ. ചെങ്കടൽ വിഭജിച്ചവൻ, ജോർദാൻ നദിയിലൂടെ ഇസ്രായേൽ ജനത്തെ കടത്തിയവൻ, ജെറീക്കോ പട്ടണത്തിന്റെ അടഞ്ഞ വാതായനങ്ങളോ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് ഇസ്രായേൽ ജനത്തിന് നേരെ തുറന്നവൻ, കാലത്തിന്റെ തികവില്, സമയത്തിന്റെ പൂർണ്ണതയില് പരിശുദ്ധ കുർബാനയായി ഇന്ന് നമ്മുടെ മധ്യത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാ, ഈ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം നോക്കിക്കൊണ്ടൊന്ന് ചിരിച്ചേ. ഈ ഒരു വിശ്വാസം ഉള്ളി വരുമ്പോൾ ചിരിക്കാൻ പറ്റും. പലരും ചിരിച്ചിട്ട് വർഷങ്ങളായ പോലെ ചിരിക്കുന്നു. ഈ ഒരു വിശ്വാസം ഉള്ളിൽ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട്. ചെങ്കടല മുറിച്ചവനാ, 5 അപ്പം കൊണ്ട് 5000 തീറ്റിപ്പോറ്റിയവനാ, ഇളകി മറിയുന്ന തിരമാലകളെയും കാറ്റിനെയും ശമിപ്പിച്ചവനാ, മരിച്ചു 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ചവനാ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ആരിയ്ക്കുന്നുവോ, ഹബാക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വചനം ഹൃദയത്തിൽ സൂക്ഷിക്കട്ടെ. എല്ലാവരും ഇന്ന് വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കണം. നിങ്ങൾ വചനത്തിലൂടെ കർത്താവ് ഒരു മെസ്സേജ് ദൂത് സംസാരിക്കുകയാ. സകല ജനതകളും നിങ്ങളുടെ ഇടയിലേക്ക് നോക്കി അത്ഭുതപ്പെടും. I am going to do a miracle in your midst. ജനതകളുടെ ഇടയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇതാ ഒരു അത്ഭുതം ചെയ്യാനായിട്ട് പോകുകയാണ്. സകല ജനതകളും നോക്കി അത്ഭുതപ്പെടുമാറ്. വിശ്വാസത്താൽ ആഴപ്പെടുന്നവര് ഹൃദയത്തിൽ പറയട്ടെ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സകല ജനതകളും നോക്കി അത്ഭുതപ്പെടുമാറ്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് പറയട്ടെ. അവിടെ ചിരി വിടരും. ഉറങ്ങാൻ ശ്രമിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഇപ്പൊ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയ പട്ടണമായിരുന്നു ജെറീക്കോ പട്ടണം. ദൈവം അത്ഭുതം പ്രവർത്തിച്ച സ്ഥലമാണ്. ആ ദൈവം വീണ്ടും കാലത്തിന്റെ തികവില്, സമയത്തിന്റെ പൂർണ്ണതയില് സഖേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോ എന്ന് പറയുന്നത് ഇത് തന്നെയാ. ഇവിടെ നിന്ന് വചന ശുശ്രൂഷ കഴിഞ്ഞ് ഈ വചന കൂടാരത്തിൽ നിന്ന് നിങ്ങൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, you are not alone. Somebody wants to travel with you, and that person is nobody than our Lord. ഈശോയാണ് നമ്മളോടൊപ്പം യാത്ര ചെയ്ത് നമ്മുടെ കൂടെ വരുവാനായിട്ട് ആഗ്രഹിക്കുക. സഖേവൂസിന്റെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാ. കർത്താവിനെ കാണുവാനായിട്ട് അവൻ സിക്കമോർ മരത്തിന് മുകളിൽ കയറിയിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയപ്പെട്ടവരെ. സഖേവൂസിന് ഒറ്റ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. I just want to see this person called Jesus of Nazareth.
ഈ നസറായനായ യേശുവിനെ എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം തൊട്ടുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഖേവൂസിന് ഈ കർത്താവിനെ ഒന്ന് കാണണമെന്ന ആഗ്രഹവുമായി മരച്ചില്ലകൾക്കുള്ളിൽ സഖേവൂസ് ഇരിക്കുമ്പോൾ സഖേവൂസിനോട് കർത്താവ് പറയുക, സഖേവൂസ് യു കം ഡൗൺ. കാണാൻ ആഗ്രഹിച്ച സഖേവൂസിനോട് കർത്താവ് പറഞ്ഞു, സഖേവൂസേ നീ താഴേക്ക് ഇറങ്ങി വരിക. ഐ വാണ്ട് ടു വാക്ക് വിത്ത് യു. ഐ വാണ്ട് ടു കം ടു യുവർ ഹൗസ്. എനിക്ക് നിന്നോട് കൂടെ നടക്കണം, നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരണം. കർത്താവ് എന്ന് പറയുന്നതും അത് തന്നെയാ. വേദനിച്ചിരിക്കുന്നവരോട്, വിഷമിച്ചിരിക്കുന്നവരോട് ആരുമില്ല കൂട്ട്. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, മാറ്റി നിർത്തി, ഈ ലോകം എന്നെ പുച്ഛിച്ച് തള്ളുന്നു എന്ന് പറയുന്നവരോടും ദൈവമെന്ന് ഈ പരിശുദ്ധ കുർബാന മധ്യേ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാ. യു ആർ നോട്ട് അലോൺ. ഒറ്റയ്ക്കല്ല. ഇന്ന് പോകുമ്പോൾ, ഇന്ന് മുതൽ നമ്മൾ ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. എന്നെ സൃഷ്ടിച്ചവൻ, സർവപ്രപഞ്ചത്തിൻ്റെ മേലും അധികാരമുള്ളവൻ എൻ്റെ ഒപ്പമുണ്ട്. വിശ്വസിക്കട്ടെ, ഹൃദയത്തിൽ ഏറ്റുപറയട്ടെ. നിയമാവർത്തനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വചനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ജനത്തേക്കാൾ വലിയ വേറെ ഏത് ജനതയാണ് ഈ ഭൂമുഖത്തുള്ളത്? എപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ വിളിക്കുന്നുവോ, ഈ ദൈവം നമ്മളോടൊപ്പമുണ്ട്. വിളി കേൾക്കുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, എൻ്റെ പരാതികൾ അറിയുന്ന ദൈവം, എൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം ഇന്ന് എന്നോടൊപ്പം യാത്ര ചെയ്ത് എൻ്റെ ഭവനത്തിലേക്ക് വരികയാ. സഖേയൂസിനോട് പറഞ്ഞ അതേ വാക്ക് കർത്താവ് ഇന്ന് മോനെ, മകളെ, ലീല, മേരി, ജോസഫ്, സണ്ണി പറയുകയാ. I want to journey with you. I want to come to your house. നിന്നോടൊപ്പം യാത്ര ചെയ്ത് നിന്റെ കൂടെ ഭവനത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാ പ്രിയപ്പെട്ടവരെ. കർത്താവ് കാലെടുത്ത് വച്ചാൽ അവിടെ അനുഗ്രഹമാണ്. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിന്റെ കുഴിമാടത്തിനരികിലേക്ക് കർത്താവ് കടന്നു ചെന്നു. എല്ലാവരും പറഞ്ഞു, എല്ലാം തീർന്നു, എവറിഥിങ് ഈസ് ഓവർ. But when the Lord stepped into that territory, dear sisters and brothers, that was a moment of miracle and a great wonder which was unimaginable by the human intellect. മാനുഷികമായ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ള വലിയ അത്ഭുതമാണ്. മരിച്ച് 4 ദിവസം കഴിഞ്ഞവന്റെ കല്ലറക്കരികിലേക്ക് കർത്താവ് കാലെടുത്ത് വെച്ചപ്പോൾ അവിടെ സംഭവിച്ചത്. ഒരു പക്ഷേ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാകും, എല്ലാം തീർന്നു. നമ്മൾ തന്നെ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു. ആ പറഞ്ഞ അവസ്ഥയിലേക്ക് let the Lord enter. കർത്താവ് കടന്നു വരട്ടെ. Let him take in charge. കർത്താവ് അവിടെ ചാർജ് എടുക്കട്ടെ. ഈശോ അവിടുത്തെ നേതാവായിട്ട് മാറട്ടെ. നമ്മുടെ കുടുംബങ്ങളുടെ രാജാവായിട്ട് കർത്താവ് മാറട്ടെ. സകല ജനതകളും നോക്കി അത്ഭുതപ്പെടുമാറ്. ഇന്ന് കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്തു പോകുന്നവരുടെ ഭവനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അടഞ്ഞ വാതായനങ്ങളെ കർത്താവ് തുറക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ യാത്ര ചോദ്യചിഹ്നമായിരുന്നപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടിയിട്ട് ജെറിക്കോ പട്ടണത്തിന്റെ വാതായനങ്ങൾ തുറന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അടയ്ക്കപ്പെട്ട വഴികളോ ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെ, ആരാധനയിലൂടെ, ശുശ്രൂഷകളിലൂടെ ദൈവം തുറക്കും. വിശ്വസിച്ചിട്ട് വലതുകരമുയർത്തി എല്ലാവരും എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. എൻ്റെ ജീവിതത്തിൽ അടഞ്ഞ വഴികൾ കർത്താവ് തുറക്കുമെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഉറപ്പുള്ളവർ കൈകൾ ഉയർത്തേ, 2 കരങ്ങൾ ഉയർത്തേ, കണ്ണുകൾ അടച്ചേ.
ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ അടഞ്ഞ വഴികളെ തുറക്കണമേ. കടബാധ്യതകളുടെ മേല്, കുടുംബ പ്രശ്നങ്ങളുടെ മേല്, സമാധാനമില്ലാത്ത അവസ്ഥയുടെ മേല്, ഭാവി ജീവിതത്തെ കുറിച്ചുള്ള ദുരാശകളുടെ മേല് കർത്താവേ, കർത്താവേ, അങ്ങ് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. സകല കെട്ടുകളും അഴിയട്ടെ. ഈശോ സകല കെട്ടുകളും അഴിക്കുന്ന സമയമാ. ലോക പീഡകൾ എടുത്തു മാറ്റുന്ന സമയമാ. ദൈവത്തിന്റെ ശക്തി സാന്നിധ്യം ഇറങ്ങുന്ന സമയമാ. മേഘത്തണലായി, അഗ്നിസ്തംഭമായി ഇസ്രായേൽ ജനത്തിന് മുകളിലൂടെ സഞ്ചരിച്ചവന്റെ കൃപ ഇതാ ഈ കൂടാരത്തിലേക്ക് കടന്നു വരികയാ. സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ദൈവനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകം ഒഴുകട്ടെ. കലർന്ന കൈകാലുകൾ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. In the name of Jesus, we release your power, Lord. Let there be anointing, mighty healing, mighty healing, mighty healing, great anointing, miracles, signs and wonders. In the name of Jesus, we declare your anointing, O Lord. Hallelujah, 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 hallelujah. നാമിന്റെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. കെട്ടുകൾ ഉയരുമ്പോൾ ദൈവത്തിന്റെ കൃപ കടന്നു വരുന്നു. അഭിഷേകം, അഭിഷേകം. Glory, 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 Lord, glory, Lord. ഭവനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പാരമ്പര്യ ശാപങ്ങളെ വിട്ടുപോകട്ടെ. പാരമ്പര്യ ശാപങ്ങളെ വിട്ടുപോകട്ടെ. തലമുറകളുടെ കെട്ടുകൾ കർത്താവ് അഴിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്ത അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. Mighty anointing, Lord. Hallelujah, hallelujah. Power, power, anointing. We declare your power, Lord. Hallelujah, hallelujah. Glory, mighty wonders, signs and miracles in the name of Jesus. Hallelujah. Glory, 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 glory. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവെ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുവരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ലോകാവസാനത്തോളം ഞാൻ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുവരാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, സകല ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാൻ രക്ഷയുടെ അടയാളവും സമാധാനത്തിന്റെ തുറമുഖമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലിത്തയെയും ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവിനെയും മറ്റ് സഹായമെത്രാൻ ടോണി പിതാവിനെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായ അങ്ങയുടെ ശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ അങ്ങ് പ്രസാദിക്കണമേ.
പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ അങ്ങ് പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങിലൊന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യസൗഭാഗ്യം നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിൻ്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ. സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാ. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദരിദ്ര ഭക്ഷിച്ചു തൃപ്തരാകും. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ. സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവനിരയോട് ചേർന്നേവം പാടാ. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാര്യോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. എല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ
ശരണം തേടുന്നു ഉദ്ധിതരായിടുവാൻ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലക, സർവശക്തനാഥനാമേക ദൈവമേ, വിശ്വസിപ്പു മർത്യരാ ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടി ജ്വാലവും തീർത്ത ദൈവമാ സത്യദാതനാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാ യേശുദേവജൻ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസുനു ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മധ്യരക്ഷ നൽകുവാൻ പാവനാത്മനാൽ മധ്യരൂപമാർന്നിഹേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ, ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ, 3 നാളിനുള്ളിൽ സത്യദേവസൂനുവേ മഞ്ഞിലുത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ. സ്വർഗമാർന്നു മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ. ഒടുവിലെത്തുമീ മഹി അന്നു വിധിയുമാ സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതരാ. സാധനിൽ നിന്നെന്ന പോലെ സുരനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത ഭാവനാത്മനെ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനം സദാ സ്വൈഹിക പ്രഭാവമാർന്നു സാർവജനീനം. പാപമോചനം തരുന്ന ജ്ഞാനസ്നാനവും ഏറ്റുചൊൽവു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർവും നിത്യജീവനും ഏറ്റുചൊൽവു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാഥനാകുമേക ദൈവമേ, വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തന്മാരും മെത്രാമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ.
കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരങ്ങളെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെ നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. ഞങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അന്വേഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഞങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ജരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്നുദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, Hosanna. കർത്താവാകും ദൈവം നിത്യപരിശുദ്ധൻ, ബലവാനാകും ദൈവം നിത്യപരിശുദ്ധൻ, സൃഷ്ടാവാകും ദൈവമെന്നും എന്നും പരിശുദ്ധൻ, ഉന്നതത്തിൽ ഉയർന്നിടട്ടെ. ഹോശാന, ഹോശാന, ഹോശാന. ദൈവമേ, ദൈവമേ, ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത്
കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയോ മൃതരായി ഞങ്ങൾ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കർദിനാൾ ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലിത്തായും മാർ ടോണി നീലങ്കാവിൽ പിതാവിനും പുരോഹിതന്മാർ, ശംശാനമാ സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ വിശ്വാസ സമൂഹത്തിനും ഇവരുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്കു വേണ്ടിയും അയോഗ്യനായി എനിക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിനുമേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും
പരിശുദ്ധ കത്തോലിക്ക സഭ സന്താനങ്ങളുമായ എല്ലാവർക്കും നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുയർപ്പിലെ വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിനോ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയതോന്നേണമേ. അങ്ങയുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താധാരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റോട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവമങ്ങ് ഞങ്ങൾക്കു നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും
നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകപിതാവ് പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലേക്കുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ ഞങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുസ്ഥിരവും പരിശുദ്ധവും ജീവദാനം ദൈവമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുക യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, അങ്ങയുടെ സ്നേഹവും പരിപാലനയും നൽകി അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയ ഓർസ്ലേമായി സഭയെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അനന്തകാരുണ്യം ഞങ്ങൾ വാഴ്ത്തുന്നു. തിരുനാമത്തിൽ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങളിൽ പങ്കുചേരുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സ്വർഗവാസികളോടുകൂടെ അങ്ങയെ പരിശുദ്ധനെന്ന് പാടി സ്തുതിക്കുവാൻ യോഗ്യരാക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാരുണ്യവാനായ കർത്താവ്, അങ്ങയുടെ മൂല രക്തത്താൽ ഞങ്ങൾ വിശുദ്ധീകരിച്ച അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകും ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയുടെ ചെറിയ പതിപ്പായ കുടുംബങ്ങളെ വിശ്വാസത്തിൽ വളർത്തണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്ന
നേടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവരെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും ഞാൻ. ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലൻ ദീപലയിൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകി അനുഗ്രഹമാരുളട്ടെ. ദൈവം കരുണയോടെ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയിടും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമകിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധികളുടെ ബലിപീഠമേ സ്വസ്തി. നമ്മുടെ താവന്റെ കരുടം സ്വസ്തിയും നിന്നെ കാരണമാകട്ടെ. കാരണമാകട്ടെ. ഞങ്ങൾ വരുന്നു.